ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെക്കുന്ന അതേ രുചിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും തിക്ക് ഗ്രേവിയോട് കൂടിയ കറിയുമാണ്. ഞാൻ അതിനായിട്ട് ഇവിടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ അളവിലാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവാളയാണ്. സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടുക് ഉലുവയെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള വാടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ കറിയിൽ കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത്. എന്നാലും കറിക്ക് നല്ലൊരു കളറും തിക്നെസ്സും ഒക്കെ കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് വേണ്ടത്. അതും അതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മൂടി വെക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്ക് വേണ്ട ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ചു വയ്ക്കണം.
ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്, അതുകൊണ്ട് ഇതിലേക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പം ചിക്കൻ ഏകദേശം ഒരു 50% വെന്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ ലിഡ് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് പ്രഷർ കയറ്റണം. പ്രഷർ നല്ലതുപോലെ കയറി വിസിൽ അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ആ പ്രഷർ മുഴുവനും പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതാ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ചെറിയ തിളയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതിൻ്റെ കളറ് തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി കളറാണ്. നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറാണ് കറിക്ക്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണിത്. എന്നാൽ എരിവും ഇല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിവിടെ നൂൽപുട്ടിൻ്റെ കൂടെയാണ് ഈ കറി സെർവ് ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയൊരു വീഡിയോയുടെ വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.